ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് നൂറയുടെ നോമിനേഷനും അത് കഴിഞ്ഞ് സാബുമാന്റെ നോമിനേഷനുമായിരുന്നു. നൂറ നോമിനേറ്റ് ചെയ്ത രണ്ടുപേര് അക്ബറും ആര്യനുമാണ്. ഇവർ രണ്ടുപേരും ഗ്രൂപ്പ് കളിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരെയും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നൂറ സംസാരിച്ചു കേട്ടോ, നല്ല പോലെ തന്നെ നൂറ സംസാരിച്ചു രണ്ടുപേർക്കെതിരെയും. ഇത് കഴിഞ്ഞിട്ട് സാബുമാനാണ് സംസാരിച്ചത്. സാബുമാന്റെ ആദ്യത്തെ നോമിനേഷൻ നെവിൻ ആയിരുന്നു. നെവിൻ നോമിനേറ്റ് ചെയ്ത സമയത്ത് തന്നെ സാബുമാൻ ഇത്തിരി ട്രിഗർ ആയിരുന്നു. ചുറ്റും നടന്ന് നീ ഉഡായ്പനാണ്, നീ തരികിടയാണെന്നൊക്കെ പറഞ്ഞിട്ട് നെവിനെ നല്ല രീതിയിൽ തന്നെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ അന്നപ്പോ തന്നെ പ്രൊവോക്ക് ആയത്, ട്രിഗർ ആയത് സാബുമാൻ ആണ്. എന്നിട്ട് പിന്നെ സാബുമാൻ നോമിനേറ്റ് ചെയ്യുന്ന മറ്റൊരു പേര് അനീഷാണ്. അനീഷ് പഠിച്ച കള്ളനാണ്, അനീഷ് തെറ്റിദ്ധരിപ്പിക്കുന്നു, അനീഷ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനീഷിനെ സാബുമാൻ നോമിനേറ്റ് ചെയ്യുന്നത്. ഡുവൽ പേഴ്സണാലിറ്റി ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അനീഷ് ഡുവൽ പേഴ്സണാലിറ്റി ആണ്. എനിക്ക് കേട്ടിട്ട് ചിരിയും കൂടി വന്നു. സത്യമായിട്ടും പറയാണ്, എനിക്ക് ചിരി വന്നു സാബുമാൻ ഈ സംസാരിക്കുന്ന കേട്ടിട്ട്. ശരിക്കും ഡുവൽ പേഴ്സണാലിറ്റി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സാബുമാൻ. അതെനിക്ക് പലപ്പോഴും പറയണമെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാനങ്ങ് വിട്ടതാണ്. കാരണം ഗുഡ് ഹ്യൂമൻ ബീങ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഒരുപാട് കോമന്റുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അത് PR കൊടുത്തതാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. ഡോക്ടർ റോബിന്റെ ഒക്കെ ഫാമിലി ഫ്രണ്ട് ആണെന്നും ഒരുപാട് പിടിപാടുള്ള പയ്യനാണെന്നും ഒക്കെയാണ് നമ്മൾ അറിയുന്നത്. വാട്ട് എവർ ഇറ്റ് ഇസ്, നമ്മൾ വിമർശിക്കാനുള്ളത് വിമർശിക്കുക തന്നെ ചെയ്യും. സാബുമാനാണ് അവിടെ ശരിക്കും ഫേക്ക് കളിച്ച്, ഭൂലോക ഫേക്ക് കളിച്ച് നിൽക്കുന്നത് കേട്ടോ. ശരിക്കും ഫേക്ക് കളിച്ച് നിൽക്കുന്നത്. യഥാർത്ഥ സ്വഭാവം ഇതുവരെ പുറത്ത് കാണിക്കാതെ അവിടെ അട്ടർ ഫേക്ക് നന്മമരമായിട്ട് കളിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ ചിരിയും ചിരിച്ച് നിൽക്കുകയാണ്, പുഞ്ചിരിച്ച് വിനയം കാണിച്ച് നിൽക്കുകയാണ്. ഒരു കാര്യമില്ല, വെറും വാഴയായിട്ട് അവിടെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു രീതിയിലും ഗെയിമിൽ ഇൻവോൾവ് ആവാതെ വെറും എന്താ പറയാ, ഭൂലോക ഫേക്ക് ആയിട്ട് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാബുമാൻ അനീഷിനെ നോമിനേറ്റ് ചെയ്ത് സാബുമാന്റെ ഒരു നോമിനേഷൻ വേസ്റ്റ് ആക്കി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് നിങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ. എനിക്ക് വിരോധമൊന്നുമില്ല, ആരോടും ഒരു വിരോധവുമില്ല. പക്ഷെ ഈ രീതിയിൽ ഇങ്ങനെ ഒരു ഗെയിം, ഇത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. സാബുമാന്റെ പേര് അനീഷ് പറഞ്ഞത് കൊണ്ട് സാബുമാൻ തിരിച്ചു പറയുന്നു. പകരത്തിന് പകരം നെവിൻ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, പകരത്തിന് പകരമാണോടാന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെ സാബുമാൻ എന്ന കണ്ടസ്റ്റന്റ് എക്സ്പോസ്ഡ് ആണ്. സാബുമാന്റെ ഗെയിം അവിടെ പൊളിഞ്ഞു വീണു, മുഖം മൂടി അഴിഞ്ഞു വീണു എന്ന് വേണം എഴുതാനായിട്ട്. എല്ലാ സീസണിലും ഇങ്ങനെയുള്ളവർ വന്നിട്ടുണ്ട്. നന്മമരം കളിച്ച് പുഞ്ചിരിച്ച് ചിരിച്ച് കളിച്ച് നിന്ന് ടോപ്പ് 5 വന്നിട്ടുള്ളവരുണ്ട്. പക്ഷെ എനിക്ക് സാബുമാന്റെ കേസിൽ വളരെയധികം സഹതാപമാണ് ഓഡിയൻസിനോട് തോന്നുന്നത്. ഇങ്ങനെയുള്ളവരെ ഇവിടെ പിടിച്ചു നിർത്തി ഫേക്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പിടിച്ചു നിർത്തുന്നതിന് പിന്നിലെ ആ ഒരു ശുഷ്കാന്തിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.